പാസ്സായതല്ല. ഇപ്പൊ ഔലിയ കോഴ്സ് പാസ്സായ പെട്ടെന്ന് ഔലിയാകുക. എന്താ പറയാ, ഞാൻ വലിയ ആളാ. എന്താ വലിയ ആള്? ഒരു ചങ്ങായി പാടി നിങ്ങൾ കേട്ടില്ലേ, 313 ബദരീങ്ങൾക്ക് എല്ലാവർക്കും മതിയല്ലോ ഞാൻ ഒറ്റക്ക്. നിങ്ങൾ പാട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? അൽഹംദുലില്ലാ. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ബഹുമാനപ്പെട്ട CM വലിയുള്ള പറഞ്ഞതാന്നും പറഞ്ഞ് CM വലിയുള്ളതിനെ പറ്റി പറയാണ്. എന്ത് 313 ബദരീങ്ങളെക്കാളും മേലെയാണ് ഞാൻ എന്ന് ആര് പറഞ്ഞു? അങ്ങനെ മേലാകുക? മേലാകണമെങ്കിൽ ഒരു കാരണം വേണ്ടേ? أنت الذي لما رفعت إلى السماء بك قد سمت وتزينت لسراك. അള്ളാന്റെ റസൂലിനോട് അബൂ ഹനീഫ ഇമാം പറയാണ്, അൻതല്ലദീ ലമ്മാ റുഫിഅത ഇലസ്സമാ, ഓ നബിയെ, തങ്ങൾ ഈ മാസത്തിൽ, റജബ് എന്ന മാസത്തിൽ ആകാശത്തിലേക്ക് പൊന്തിപ്പോയപ്പോ, ഉയർന്നു പോയപ്പോ, ലമ്മാ റുഫിഅത ഇലസ്സമാ ബിക ഖദ് സമത്, ബിക തങ്ങളെ കാരണം കൊണ്ട്, ഖദ് സമത് ആകാശത്തിന് ഉലൂവ് കിട്ടിപ്പോയി, മേൽമത്തരം കിട്ടിപ്പോയി. ഞാൻ ഈ മജ്ലിസിൽ വന്നതുകൊണ്ട്, മുസ്തഫ സഖാഫി വന്നതുകൊണ്ട്, ബഹുമാനപ്പെട്ട നടിബയൽ തങ്ങളെ പരിപാടിക്ക് വന്നതുകൊണ്ട്, ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് ദർജ കിട്ടലാണ്. എന്റെ കാര്യം, ഞങ്ങളെ കാര്യം അങ്ങനെയാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന് പോയതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ദർജ കൂടിയതല്ല. ആ നബിയെ തങ്ങളെ കാരണം കൊണ്ട് ഖദ് സമത് മേലെയായിട്ടുണ്ട്. ഏത്? ആകാശം മേലെയായി. വതസയ്യനത് ആകാശം അലങ്കൃതമായി. ലിസുറാക അൻതല്ലദീ ലമ്മാ റുഫിഅത ഇലസ്സമാ ബിക ഖദ് സമത് വതസയ്യനത് ലിസുറാക. ചല്ലി യാ റബ്ബി സ്വല്ലി അലൻ നബി. എന്നിട്ട് ഈ ചങ്ങായി പറയാ, എന്ത് CM വലിയുള്ള പറഞ്ഞത്ര, എന്ത് 313 ബദരീങ്ങൾക്ക് എല്ലാവർക്കും മതിയല്ലോ ഞാൻ ഒറ്റക്ക്. 313 ബദരീങ്ങളെക്കാളും മേലെയാണ് ഞാനെന്ന് CM വലിയുള്ള പറഞ്ഞു. പൊന്നു മോനെ, ഏറ്റവും ചുരുങ്ങിയത് 313 ബദരീങ്ങളെ ഏറ്റവും വലിയ നേതാവാരാ? മുഹമ്മദ് മുസ്തഫ. പിന്നാരാ നേതാവ്? ഔലിയാക്കളെ ഏറ്റവും വലിയ നേതാവ്, നേതാക്കളെ നേതാവ് സയ്യിദുനാ അബൂബക്കറിൻ സിദ്ദീഖ് അല്ലേ? വഅനീസിഹി ഫിൽ ഗാരി സയ്യിദിനാ അബി ബക്കറിൽ മുഖദ്ദമി അവ്വലിൽ ഖുലഫാഇ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെക്കാളും ദറജ ഉള്ള മേലുള്ള ഒരു വലിയനെ അല്ലാഹ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. അപ്പൊ മുഹീദ്ദീൻ ഷെയ്ഖൊന്നും അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ 4 അയലത്ത് എത്തിയിട്ടില്ല. അങ്ങനെ എത്തൂലല്ലോ. സ്വഹാബികൾ അത്ര പദവി സ്വഹാബി അല്ലാത്ത ഒരൊറ്റ വലിയനും ഇല്ല. പഠിച്ചു വെച്ചോ മുസ്ലിമീങ്ങളെ. സ്വഹാബികളാണ് ഏറ്റവും വലിയ ഔലിയാക്കന്മാരും. അക്കൂട്ടത്തിൽ നേതാക്കന്മാര് ബദരീങ്ങളാണ്. അവരുടെ ലീഡർമാര് 10 അശറത്തുൽ മുബശ്ശിരീങ്ങളായ മഹാന്മാരാണ്. അതിൽപ്പെട്ട നേതാക്കൾ ഖുലഫാഉൽ അർബഅത്തായ 4 ആളാണ് റളിയല്ലാഹു അൻഹും. അവരുടെ നേതാവാണ് ആര്? അബൂബക്കർ സിദ്ദീഖ്. എന്നിട്ട് പാട്ട് പാടുക. അതുകൊണ്ട് അജ്മീർ ഖാജാ തങ്ങളെ മൗലിദ് കഴിക്കുമ്പോ, അജ്മീർ ഖാജാ തങ്ങളാണ്ട് നടിബയൽ തങ്ങൾ ഇവിടെ കഴിക്കുമ്പോ കണ്ടങ്ങൾ 7 or 8 കൊല്ലമായി നടിബയലിൽ ഈ സയ്യിദവർകൾ വന്നിട്ട്, സയ്യിദന്മാര് വന്നാൽ ആ നാട് കെട്ട് ബറക്കത്താവുകയാണ്. ബിക ഖദ് സമത് എന്ന് പറഞ്ഞ പോലെ നടിബയൽ തങ്ങൾ വന്നപ്പോ നടിബയൽ എന്ന രാജ്യവും അതിന്റെ പരിസരത്തുള്ള ബാക്ര ബയലും പാത്തൂരും മറ്റു ഊരും എല്ലാം ബറക്കത്താവുകയാണ്. ഊരി എന്ന് പറഞ്ഞാൽ നാട് എന്ന് അതിന്റെ അർത്ഥം. ഒരാൾ ചിരിക്കുകയാണ്, പാത്തൂരും മറ്റു ഊരും എന്ന് പറഞ്ഞ അതൊക്കെ ഓരോ നാട് എന്ന് അതിന്റെ അർത്ഥം. ഊരെങ്കേന്ന് ചോദിച്ചു, നിങ്ങളെ നാട് ഏതാ? അതിന്റെ അർത്ഥം പാത്തൂര്. അതിന്റെ പരിസരത്തുള്ള വേറെ ഊരേതാ? മുതുകാറ് കട്ടെ. അതിന്റെ അപ്പുറത്തുള്ള വേറെ ഊര് കഡ്വായി. ഞാൻ 14 ദിവസം ആ പള്ളിയിൽ, ചെറിയ പള്ളിയിൽ അവിടെ താമസിച്ചിട്ടുണ്ട്. ഉസ്താദുമാർക്ക് മുടിപ്പൂർ റേഞ്ചിലെ ഉസ്താദുമാർക്ക് ഹിസ്ബിന്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി അന്ന് ഒരുപാട് ആൾ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട 1-2 ആളൊക്കെ മൗത്തായിട്ടുണ്ട്. അള്ളാഹു മൗത്തായവർക്കും
ആകാനുള്ളവർക്കും സ്വർഗം നൽകണേ അല്ലാഹ്. അതുകൊണ്ട് ഈ നാട് ഓക്കാക്കല്ല് മറ്റേ കല്ല് എല്ലാ കല്ലും എനിക്കറിയാം. ചില സംഗതി മുന്നിലേക്ക് കേൾക്കുള്ളൂ, ബാക്കിൽ കേൾക്കൂല. അപ്പൊ എന്തേ പറഞ്ഞു തരും. അപ്പൊ അതുകൊണ്ട് എന്തേ പറഞ്ഞത്, അജ്മീർ ഖാജ തങ്ങൾ വലുതാവുകയാണ്. ആ അപ്പം അല്ലെങ്കിൽ ആ ഹുബ്സ് അല്ലെങ്കിൽ ആ റൊട്ടിന്റെ ഒരു കഷണം തിന്നലോടുകൂടെ അങ്ങനെ ഇൽമ് പഠിച്ചു. ഇപ്പൊ ഒരു ഇൽമും വേണ്ടാന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരില്ലേ. ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഇരിക്കണ സയ്യിദന്മാരൊക്കെ ഇൽമ് പഠിച്ചവരാണ്. ഈ ഇൽമ് പഠിച്ചവർക്ക് അധികം ദർജല്ല. ഇന്ത്യ കണ്ട തങ്ങന്മാരെ കൂട്ടത്തിൽ ഈ നൂറ്റാണ്ടിൽ ഇന്ത്യ കണ്ട സയ്യിദന്മാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തങ്ങളാരാ? നമ്മളൊക്കെ ഈ ഇരിക്കുന്ന വയസ്സന്മാരൊക്കെ കണ്ട സയ്യിദന്മാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സയ്യിദാരാ? അത് തുഹ്ഫത്തുൽ മുഹ്താജ് ദർസ് നടത്തിയ വലിയ ആലിമാണ്. ആ ആലിമായ തങ്ങൾ ഉസ്താദ് നാളെ ദർസ് നടത്തുന്ന കിതാബ് ഇന്ന് നോക്കി വെക്കേണ്ട ആവശ്യമില്ല. 50 കൊല്ലം മുമ്പത്തെ അനുഭവം ശൈഖുന കോട്ടൂർ ഉസ്താദ് പറയുകയാണ്. കോട്ടൂർ ഉസ്താദ് ആരാണ്? ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിന്റെ ശിഷ്യനാണ്. ഓക്കെ ഉസ്താദിന്റെ ശിഷ്യനാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. ഇന്ന് ഈ പക്ഷത്തും AP പക്ഷത്തും ഒക്കെയുള്ള കേരളത്തിലും പരിസരത്തുള്ള മുഴുവൻ ആലിമീങ്ങൾ എല്ലാവരും ഓക്കെ ഉസ്താദിന്റെ ബഹറുൽ ഉലൂം ഓക്കെ സൈനുദ്ദീൻ കുട്ടി ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്, അല്ലെങ്കിൽ ശിഷ്യന്മാരാണ്. അപ്പൊ ഞാന് ശൈഖുന ഓക്കെ ഉസ്താദിന്റെ ശിഷ്യനാണ് അല്ലേ? ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദ് എന്റെ ഉസ്താദാണ്. അവര് ശൈഖുന ഓക്കെ ഉസ്താദിന്റെ ശിഷ്യനാണ്. ശൈഖുന AP ഉസ്താദ് നിങ്ങൾ നോക്കി, വഫാത്തായി പോയ വേറൊരു ഉസ്താദല്ലേ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. ആരുടെ ശിഷ്യനാ? ഓക്കെ ഉസ്താദിന്റെ ശിഷ്യനാണ്. ഇപ്പൊ നിങ്ങൾ നോക്കി, ജിഫിരി മുത്തുകോയത്തങ്ങളോട് ഞാൻ നേരിട്ട് ചോദിച്ചു. ബേക്കലത്ത് പരിപാടിക്ക് വന്നപ്പോ, ബേക്കലത്ത് അവിടെ ഒരു പള്ളി ജമാഅത്തിന്റെ പരിപാടിയിൽ ഞാനാണ് മുഖ്യപ്രഭാഷകൻ, ഉദ്ഘാടകൻ. അവിടുത്തെ ജമാഅത്തിന്റെ ഖാദി കൂടിയായ ബേക്കൽ അവിടുത്തെ ആരാണ്? ജിഫിരി മുത്തുകോയത്തങ്ങൾ. ഞങ്ങള് ഭക്ഷണം കഴിക്കുമ്പോ ചോദിച്ചു, തങ്ങൾ ഉസ്താദെ നിങ്ങളെ പ്രധാന ഉസ്താദ് ആരാണ്? അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് 2 ഉസ്താദുമാരാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് മൂന്നിയൂര് അബുൽ ബുഷ്റ കുഞ്ഞി മുസ്ലിയാർ, അല്ലാഹു ദർജന വർദ്ധിപ്പിക്കണേ അല്ലാഹ്. വേറൊന്ന് ശൈഖുന തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ. യാ മൻ ഷാദ ബിനൽ ഈമാനി യാ മൻ ഹദ മഹിമ طغياني يا سيدنا المنبرمي عين الأعيان نرجو بركاتك يا بغيتنا يا قطب زماني. മമ്പർത്ത പാപ്പാനെ പറ്റി തിരൂരങ്ങാടിയിലെ ബാപ്പുസ്താദിന്റെ പാട്ടാണ്. ബാപ്പുസ്താദിന്റെ പാട്ടും ബെയ്ത്തും കേട്ടിട്ട് അവിടുത്തെ ഉസ്താദായ ശൈഖുൽ മശായിഖ് ഓക്കെ ഉസ്താദ് പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്ന് പലരും പറഞ്ഞു കേട്ടതാണ്. നമ്മളെ മലപ്പുറത്തെ ഖാദി OPM മുത്തുകോയത്തങ്ങൾ സ്വഹീഹായ റിവായത്തോടു കൂടി സനദ് സ്വഹീഹായിട്ട് എന്നോട് പറഞ്ഞതാണ്. ആര് പറഞ്ഞു? ആരാ അത്ഭുതപ്പെട്ടത്? ഓക്കെ ഉസ്താദ്. ഈ ഓക്കെ ഉസ്താദിന്റെ ശിഷ്യനാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. ഓക്കെ ഉസ്താദിന്റെ ശിഷ്യനാണ് ആര്? അബുൽ ബുഷ്റ കുഞ്ഞി മുസ്ലിയാർ, അതുപോലെ തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ. ആ 2 ശിഷ്യന്മാരെ ശിഷ്യനാണ് ആര്? ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണില്ല, നിങ്ങൾക്ക് മനസ്സിലായ ഗൊന്തില്ലേ? ആര്? ജിഫിരി മുത്തുകോയത്തങ്ങൾ. അപ്പൊ അതാണ് തല, നമ്മളെ അടിത്തറ റഇസ് അവിടെയാണ്. അപ്പൊ അതുകൊണ്ട് ഇൽമു വേണം. നിങ്ങൾ നോക്ക്, അജ്മീർ ഖാജ തങ്ങളെ ഇൽമു പഠിച്ച് അങ്ങനെ എവിടെ പോയി ചുരുക്കി ഞാൻ പറയാണ്, കാരണം വിശദീകരിച്ച് പറയാൻ ടൈമില്ല. മൗലിദ് ശംസുൽ ഉലമ EK ഉസ്താദ് ഉണ്ടാക്കിയ മൗലിദ് ഞാൻ ഒരു ഒറ്റനോട്ടം നോക്കിയിട്ടുണ്ട്. പകര അഹ്സനിയുടെ മൗലിദ് ഞാൻ ഒരൊറ്റനോട്ടം നോക്കിയിട്ടുണ്ട്. അതന്നെ ഞാൻ പറയാൻ നിൽക്കുകയാണെങ്കിൽ 2-3 ദിവസം വേണം. അള്ളാഹു നമ്മളെ ഇൽമിലൊക്കെ
ബറക്കത്ത് നൽകണേ അല്ലാ. അവസാനം ഹബീബായ തങ്ങളടുക്കൽ പോവാണ്. മദീനയിൽ എപ്പോഴും പോകുന്നവരാണ് ഔലിയാക്കൾ മുഴുവനും. മദീനയിലേക്ക് ടച്ചില്ലാത്ത ഔലിയാക്കളില്ല. ഇമാം ഗസാലി തങ്ങൾ അവിടുത്തെ ഇഹ്യായിൽ പറഞ്ഞതുപോലെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ഓരോരോ നിസ്കാരത്തിൽ പറയുമ്പോ ഓ മുഅ്മിനായ മനുഷ്യ, ഗസാലി ഇമാം പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി ഓർക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ അളമത്തിനെ പറ്റി, അവിടുത്തെ വ്യക്തിത്വം, അത് അങ്ങനത്തെ ഒരു വ്യക്തിത്വം വേറെ ഇല്ല.